1 ശമൂവേൽ 16:1 വായിക്കുന്നു. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിനെ രാജസ്ഥാനത്ത് നിന്നും ഞാൻ ശൗലിനെ തള്ളിയതറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേമിലായ യിശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വചനത്തിന് മേൽ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ വചനം സംസാരിക്കുവാടിന് കൃപ ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരണ കൃപയിൽ പൊതിയണ വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി നിൽക്കുന്ന ശബ്ദം, ദൈവമേ വെളിച്ച തടസ്സമായി നിൽക്കുന്ന സൗണ്ട്, ദൈവമേ വൈദ്യുത തടസ്സങ്ങളൊക്കെ, ആരാധനയ്ക്കെതിരായിട്ട് വെല്ലുവിളി തടസ്സങ്ങൾ, അന്ധകാര ശക്തികളെ, ജനത്തെ തടയുന്ന എല്ലാ അസമാധാനങ്ങളെയും തടസ്സങ്ങൾ ശാസിക്കുന്നു, ഭർസിച്ച് മാറ്റുന്നു. ദൈവാത്ഭുതം ചെയ്യണം കർത്താവെ. ജ്ഞാനത്താൽ നിറയ്ക്കണം. വിക്രമായ മോശയുടെ നാവോട് കൂടെ ഇരുന്ന ദൈവം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അവിടുത്തതാണ്. അടിയനെ അവിടുത്തെ തരങ്ങൾ സമർപ്പിക്കുന്നു. ഏതാത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ സംസാരിക്കുവാൻ അടിയന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യമായ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ഒരു വാക്ക് പോലും വരുവാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ നിന്ന് ഏതാത്മാവിൽ എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിക്കുവാൻ, വചനങ്ങളുടെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇതിനകത്തുള്ള അസമാധാനങ്ങൾ, ഇതിനകത്തുള്ള ചില ബുദ്ധിമുട്ടുകൾ, അസമാധാനങ്ങൾ, വചന തടസ്സങ്ങളുണ്ട് കർത്താവ്, എല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരവിടെ ഇറങ്ങണം. ദൈവം പ്രവർത്തിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കണം. വീര്യപ്രവർത്തനത്തിനകത്ത് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ഇന്ന് വന്ന ഒരു വ്യക്തി പോലും നിരാശയോട് പോകാൻ അനുവദിക്കരുത്. ഈ ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന സകലവർക്കും ഇത് അനുഗ്രഹമായി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്ത കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന സകല ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് കേൾക്കുന്നവർക്കും ഇതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്ന കർത്താവേ, അവിടെ നിന്ന് ഇടപെടണമേ, അവിടെ സംസാരിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പോലെ കേട്ടകാട്ടിലും വ്യത്യസ്തമായൊരു ശുശ്രൂഷ ദൈവാത്മാവ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടണം, അത്ഭുതം പ്രവർത്തിക്കണം, ഓരോ മക്കൾക്കും അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമീൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ വായിച്ചത് 1 ശമൂവേൽ 16:1. ആമേ, ഇതാണ് വായിച്ചത്. നമുക്ക് ആ ഭാഗം വരെ നമ്മൾ എത്തി. എന്താ അതുവരെ എത്തിയത്? അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തു നിന്നും ഞാൻ ശൗലിനെ തള്ളിയിരിക്കുക. നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറയ്ക്കണം, പുറപ്പെടുക. എവിടെ? ബെത്ലഹേമിലേക്ക്, യിശായിയുടെ അടുക്കൽ അയക്കണം. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഒരുവനെ തള്ളുകയും അടുത്ത് ഒരാളിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവം. രാജസ്ഥാനത്തുനിന്നും ശൗലിനെ ദൈവം തള്ളിയിരിക്കുന്നു. അറിയാം എന്താണ് തള്ളാൻ കാരണം? അനുസരണക്കേട്. അനുസരണക്കേടാണ്. അനുസരണക്കേട് വന്നു ചെയ്യല്ലെന്ന് പറയുന്ന കാര്യം ചെയ്തു. എല്ലാത്തിനെയും നിഗ്രഹിക്കാൻ പറഞ്ഞ സ്ഥാനത്ത്, ശത്രുവിനെ നിഗ്രഹിക്കാൻ സ്ഥാനത്ത് നിഗ്രഹിക്കാൻ മനസ്സലിഞ്ഞു. ചിലതിനെയൊക്കെ മേൽത്തരമായി മാറ്റി, ആടുമാടുകൾ ചിലതിനെയൊക്കെ വ്യക്തികളെ മാറ്റിയപ്പോൾ ദൈവത്തിൻ്റെ കോപം എവിടെ വന്നു? ശൗലിൻ്റെ മേൽ വന്നു. ദൈവകോപം ശൗലിൻ്റെ മേൽ വന്ന സമയത്ത് ആ അനുസരണക്കേടാണ് ആമെ രാജസ്ഥാനത്ത് നിന്നും മാറ്റുവാൻ കാരണമായത്. ദൈവമക്കളെ, ഇന്ന് നമുക്കറിയാം അനുസരണക്കേട് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഏറ്റവും വലിയൊരു ഭാഗമാണ് അനുസരണക്കേട്. നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ, ദൈവം പറയുന്ന കാര്യം അനുസരിക്കണം. അതാരായാലും അനുസരിച്ച്, രാജാവെന്നല്ല, മന്ത്രി എന്നല്ല, അതാരെന്നല്ല, ജനമല്ല. ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് അനുസരണക്കേടാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചതും അനുസരണക്കേടാണ്. തിന്നില്ലെന്ന് പറഞ്ഞ് തിന്നാ ചില ചോദിക്കും, എന്ത് സംഭവിക്കും? വേറെ ഒന്നും സംഭവിക്കത്തില്ല. തിന്നല്ലെന്ന് പറഞ്ഞ് തിന്നാൽ, ചില പറയും പോവല്ലെന്ന് പറഞ്ഞാൽ പോകും. പോയ എന്ത് സംഭവിക്കും? ഇന്ന് ഈ ലോകത്തിലെ തലമുറകൾ ഇന്ന് അങ്ങനെയാണ്. മക്കളെ, പോവരുതേ, അവർ പോയിട്ടേ വരുള്ളൂ. തിന്നല്ലെന്ന് പറഞ്ഞാൽ അവർ തിന്നും, ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും. കാര്യം എന്താണ്? ഇന്ന് ലോകത്തിൻ്റെ മേൽ കിടക്കുന്ന ആ ചിന്തകളും അവരുടെ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഇന്നത്തെ ആഹാരം അങ്ങനെ പോലെ. ഇന്നത്തെ ആഹാരം അങ്ങനെയാണ് കഴിക്കുന്നത്. എല്ലാം വിഷമല്ലേ? തിന്നുന്നത് ചിന്തയും വരുന്ന വിഷമാണ്. പണ്ടത്തെ കാട്ടിൽ ഇന്നത്തെ വേറെ ആ രീതിയിലല്ലേ ഭക്ഷണങ്ങളും. ഇന്നെല്ലാം ക്രമം തെറ്റിയ ജീവിതങ്ങളാണ്. അനുസരണക്കേടുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇന്ന് കൂടുതലാണ്.
എവിടെയെങ്കിലും താഴ്ചകൾ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യല്ലെന്ന് ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവ പൈതലേ, നിന്നെ നോക്കി ആമേ രാജാവിനെ നോക്കി ചെയ്യല്ലെന്ന് പറഞ്ഞു, ചെയ്തു. ദൈവത്തിന് നഷ്ടമില്ല. നഷ്ടം നിനക്കായിരിക്കും. നിന്റെ രാജസ്ഥാനം നഷ്ടപ്പെടുമ്പോൾ അടുത്ത ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ സ്ഥാനത്ത് മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുള്ള സമയത്താണ് പറയുന്നത്, ശമൂവേൽ നീ പോണം. ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരികയാണ്. ശമൂവേലിനോട് പറയുകയാണ്. പ്രവാചകനായ ശമൂവേൽ പ്രവാചകനെ അയക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ തന്നെയാണ് ശമൂവേലിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കിയത്. എന്നിട്ട് അതേ ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയുക, ഞാൻ അവനെ രാജസ്ഥാനത്തുനിന്നും തള്ളിയിരിക്കുന്നു. അതുകൊണ്ട് നീ അടുത്ത് പോകണം. എവിടെ പോകണം? ബെത്ലഹേമിലേക്ക് പോകണം. ബെത്ലഹേമിൽ എവിടെയെങ്കിലും പോരാ, അഡ്രസ്സ് പറഞ്ഞു തരും, വീട് പറഞ്ഞു തരും, സ്ഥലം പറഞ്ഞു തരും. ദൈവം സകലതും വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയാ. നിന്റെ അഡ്രസ്സ് പറഞ്ഞു തരും, സ്ഥലം പറഞ്ഞു തരും, നിന്റെ കുടുംബം പറഞ്ഞു തരും. സകലതും വെളിപ്പെടുത്തുന്ന ദൈവമാണ്. എൻ്റെ ദൈവം കൃത്യമായിട്ട് പറഞ്ഞു തരും. ഹല്ലേലൂയ. നീ പോണം, ബെത്ലഹേമിലേക്ക് പോണം. പോയിട്ട് അവിടെ ചെന്നിട്ട് ഇശായിയുടെ അടുക്കൽ പോണം. അവൻ്റെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു. ഒരുവനെ രാജാവ് കണ്ടിരുന്നു. ഇശായിക്ക് എത്ര മക്കളുണ്ട്? 8 മക്കളുണ്ട്. ഹല്ലേലൂയാ. അപ്പോൾ 8 മക്കളുണ്ട്. ഇതിൽ ഒരുവനെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു. നമുക്കിനി നിങ്ങളെല്ലാവരെയും ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്? ബെത്ലഹേമിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. എന്നിട്ട് ആരെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത്? ഇശായിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങളെല്ലാം റെഡിയാണോ? എല്ലാവരും വണ്ടിയിൽ കയറിയോ? ബെല്ലടിക്കട്ടെ. ഹല്ലേലൂയാ. ഡബിൾ ബെല്ല് കൊടുക്കുകയാണ്. ഇന്ന് നേരെ നമ്മൾ എന്താണ്? ഒരു അഭിഷേകത്തിലേക്ക് പോവുകയാണ്. ബെല്ലടിച്ച് തുടങ്ങി. എല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ബെത്ലഹേമിലേക്ക് പോകുക. ഈശായിയുടെ വീട്ടിലൊരു രാജാവിനെ തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷ നടക്കുകയാണ്. 8 പേരുണ്ട്. അതിൽ ഒരാൾ ആരാണ്? നമുക്ക് നോക്കാം അല്ലേ? ആരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്ന? രണ്ടാമത്തെ വായിച്ച് 16:2. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും. എന്നാറേ യഹോവ, നീ ഒരു പശുക്കിടാവിനെ. ദൈവം ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഒരു രാജാവിനെ നിന്നെ കളഞ്ഞിട്ട് അടുത്ത് വേറെ ആളെ കൊണ്ട് രാജാവ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടൂല്ല. കർത്താവേ, ഇവൻ എന്നെ കൊല്ലും. രാജാവൊക്കെ ശരി തന്നെ, ഞാൻ പ്രവാചകനൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ അഭിഷേകം ചെയ്തവനെ രാജാവാരിക ശൗല് ഇതറിഞ്ഞ എന്നെ കൊല്ലും. ബുദ്ധി കൊടുക്കുന്ന ആരാണ്? ദൈവം ബുദ്ധി പറഞ്ഞു തരിക. നീ പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞെടുത്ത് പ്രവാചകൻ പറഞ്ഞു എന്നെ കൊല്ലും. പേടിച്ചു. കർത്താവേ, എന്നെ ഇങ്ങനെ പറഞ്ഞ് ഇത് ഒരുത്തനെ കളഞ്ഞിട്ട് മറ്റൊരുത്തനെ തിരഞ്ഞെടുക്കാൻ പോയി കഴിഞ്ഞാൽ അറിയെങ്കിൽ കൃത്യമായിട്ട് കൊല്ലും, മരണം ഉറപ്പാണ്. അപ്പോൾ ദൈവം തന്നെയാണ് ശമൂവേലിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് പറഞ്ഞത് നല്ലൊരു ബുദ്ധി. എന്താ പറഞ്ഞത്? ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ട എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അത് എന്നറിയ യഹോവ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു, യാഗം കഴിക്കുന്നു എന്ന് പറഞ്ഞു. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കാം. ഇതാ പറഞ്ഞു കൊടുത്തത്. എന്നറിയ യഹോവ, നീ ഒരു പശുക്കിടാവിനെ കൊണ്ടു ചെല്ലണം. ആദ്യം ചെന്ന് നീ ഒരു പശുക്കിടാവിനെ കൊണ്ടു ചെന്ന് യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു പറയണം. എവിടെ പറയണം? ഇശായിയുടെ അടുത്ത്. യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടതിന് എന്തെന്ന് ഞാൻ അനന്തരം നിന്നോട് അറിയിക്കും. അഭിഷേകത്തിന് പോകണമെന്നല്ല പറയേണ്ടത്, ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ പോകണമെന്ന് പറയരുത്. ഇശായിയുടെ വീട്ടിൽ ഞാൻ നിൻ്റെ മക്കളിൽ ഒരാളെ അഭിഷേകം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു പറയരുത്. എന്തിനാ വന്നിരിക്കുന്നത്? യാഗം കഴിക്കുവാനാ വരുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തിനാണ്? ഒരുത്തനെ അഭിഷേകം ചെയ്യണം. പക്ഷെ ദൈവം പറഞ്ഞു കൊടുത്ത എന്താണ്? യാഗം കഴിക്കണമെന്ന്. യാഗം കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പശുക്കിടാവിനെ പിടിക്കണം. അപ്പോൾ പശുക്കിടാവിനെ പിടിച്ചുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ അങ്ങോട്ട് ബെത്ലഹേമിലെ ഇശായിയുടെ വീട്ടിലോട്ട് അങ്ങ് പോവുകയാണ്. ആമേൻ. ആ പോയ സമയം ഇങ്ങോട്ട് പോവുകയാണ്. ഇശായി യാഗത്തിന്. എന്നിട്ട് നീ അവിടെ ചെന്ന് ഇശായിയെ ക്ഷണിക്കണം. നീ ചെയ്യേണ്ടതിന് എന്തെന്ന് ഞാൻ അനന്തരം പറയും.
ഇത് ചെന്നിട്ട് നീ എന്ത് ചെയ്യണമെന്ന് ദൈവം തക്ക സമയത്ത് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞു തരുമെന്ന് എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. 4-ാമത്തെ വാക്യം, യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബെത്ലഹേമിൽ ചെന്നു പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിങ്കൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. നോക്കണം, ശമൂവേൽ പ്രവാചകന്റെ വരവ് കണ്ടപ്പോ ബെത്ലഹേമിലെ മൂപ്പന്മാര് വിറച്ചുകൊണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത് സാധാരണ ഒരു വരവല്ല. ചിലത് വിറയ്ക്കേണ്ടടുത്ത് വിറയ്ക്കോ. ഇന്ന് ചിലത് ചിലതിനെ കാണുമ്പോ ഒരു വിറയലുണ്ടല്ലോ. അപ്പോൾ പ്രവാചകനെ കണ്ടപ്പോൾ വിറച്ചും കൊണ്ട് സകലവും വിറച്ചു. എന്നിട്ട് മൂപ്പന്മാർ പട്ടണത്തിൽ മൂപ്പന്മാർ അവൻ്റെ വരവിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചതിന് അതിനവൻ ശുഭം തന്നെ. എല്ലാവരും പേടിച്ചു. പ്രവാചകന്റെ വരവ് കണ്ടപ്പോൾ സകലരും പേടിച്ചു. എന്നിട്ട് ചോദിച്ചു, നിന്റെ വരവ് ശുഭം തന്നെ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ശുഭം തന്നെ ആമേ എന്ന് ചോദിച്ചു. എന്നാൽ 5-ാമത്തെ വാക്യം, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവിൻ. ശമൂവേൽ പ്രവാചകൻ മൂപ്പന്മാർ എന്താ പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് യാഗം കഴിക്കുവാൻ. പക്ഷേ ദൈവം അയച്ചിരിക്കുന്നത് എന്തിനാ? ഒരുവൻ അഭിഷേകം ചെയ്യുവാൻ. പ്രവാചകൻ പറഞ്ഞ എന്താണ്? ഇവിടെ യാഗം കഴിക്കുക. ഒരു പശുക്കിടാവുണ്ട്, യാഗം കഴിക്കണമെന്ന് ഞാൻ വന്നിരിക്കുന്നത് യാഗം കഴിക്കുവാനാണ് ദൈവത്തിന്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ഇശായിയുടെ പറഞ്ഞു, ഇശായി അവൻ്റെ മക്കളെയും അവരെല്ലാം യാഗത്തിന് ക്ഷണിച്ചു. ഇശായിയുടെ കുടുംബം മുഴുവനും ശുദ്ധീകരിച്ച് യാഗത്തിന് ക്ഷണിച്ചു. ഒരു അഭിഷേകത്തിന് മുമ്പേ ഒരു ശുദ്ധീകരണമുണ്ട്, ആരാധനയ്ക്കും ഒരു ശുദ്ധീകരണമുണ്ട്. ഇന്ന് വിശുദ്ധ ദിവസമാണ്, ഒരു ശുദ്ധീകരണമുണ്ട്. നിങ്ങളുടെ കുറവുകളെയും ബലഹീനങ്ങളെയും ഏറ്റു പറയണം. ഇന്ന് ആലയത്തിൽ കയറുന്നുമ്പേ, പ്രാർത്ഥനയ്ക്ക് കയറുന്നുമ്പേ ശബത്ത് ശുദ്ധീകരിക്കണം. ഇന്ന് അവനെ ശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്, ആരാധനയ്ക്ക് ക്ഷണിക്കുകയാണ്, യാഗത്തിന് ക്ഷണിക്കുകയാണ്. ഒരുവൻ അഭിഷേകത്തിന് മുമ്പേ ഇവിടെ ക്ഷണിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ കുറവുകളെയും തെറ്റുകളൊന്ന് ഏറ്റു പറയാമോ? ഒന്ന് അനുദപിച്ച് പറയാമോ? ഒന്ന് ശുദ്ധീകരിക്കാൻ മനസ്സുണ്ടോ? ദൈവസന്നിധിയിൽ പറ, കർത്താവേ, എൻ്റെ സകല തെറ്റുകളും സകല അപരാധങ്ങളോ എന്നോട് ദൈവം പൊറുക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ പശ്ചാത്തപിത മക്കളെ, കുറവുകളെ നമ്മൾ ശുദ്ധീകരിക്കണം. ഹൃദയം കൊണ്ട് ശുദ്ധീകരിക്കണം. തെറ്റുകളൊന്ന് ഏറ്റു പറയണം. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ നിങ്ങൾ വരണം. എന്തിനാ വരേണ്ടത്? ആരാധനയ്ക്ക്, യാഗം കഴിക്കുവാൻ. ആരാധന നടക്കുക, ദൈവസന്നിധിയിൽ യാഗം കഴിക്കുകയാണ്. ഇവിടെ യാഗത്തിനായി വരണം. അവൻ ഇശായിയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവരെല്ലാവരെയും ക്ഷണിച്ചപ്പോൾ എല്ലാവരും വന്നു. ഒരു കുടുംബം മുഴുവനും മൂപ്പന്മാരുണ്ട്. വലിയൊരു ജനത്തിൻ്റെ സമൂഹത്തിൻ്റെ മധ്യേ ആരുണ്ട്? പ്രവാചകനുണ്ട്. യാഗത്തിനായി വന്നു. 6-ാമത്തെ വാക്യം, അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. നോക്കണം. ആദ്യത്തെ ഇശായിയുടെ മകനിൽ ഒരാളെ വിളിച്ചുകൊണ്ട് വരിക. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ ശമൂവേൽ പറഞ്ഞു, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല,
മനുഷ്യൻ കണ്ണിന് കാണുന്നു, ആമേ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ഓ റിബലധനവ ശംധല ബൗഡവ രാജപതിലെ ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേ ഹല്ലേലൂയ. ഇതാ ശമൂവേൽ പറഞ്ഞു, ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തൻ ഇതെന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖം നോക്കരുത്, ഞാൻ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്ന പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്ന നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. എന്നാൽ ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയുക, നീ കണ്ണിന് കാണുന്നതല്ല ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ദൈവ പൈതലേ, ഇന്ന് കണ്ണുകൊണ്ട് പലതും കാണും, നമുക്ക് നല്ലതെന്ന് തോന്നും, പുറമേ പലതർ നല്ലതെന്ന് പറയും. ഇത് കാണുമ്പോൾ ഇത് കൊള്ളാം, ഇത് കൊള്ളാം, നമുക്കിത് മതി, ഇത് മതി, ഇത് തന്നെ സെറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ആമേ മനുഷ്യൻ പുറമേ നോക്കും. ഇന്ന് പലരും പുറമേ നോക്കി വിധിക്കുമ്പോൾ, ഇന്ന് എല്ലാവരും പുറമേ നോക്കി വിധിക്കുമ്പോൾ ദൈവം അകമേ നോക്കിയാണ്. ഇന്ന് പുറമേ നോക്കാൻ എല്ലാവർക്കും പറ്റൂ, പുറമേ വിധിക്കുന്നതല്ല. ഇന്ന് പുറമേ എല്ലാവരും പറയും വിധി, ഇന്നവർക്ക് ഇത്ര ശതമാനം, ഇത്ര ശതമാനം, എല്ലാവരും ഇത്ര ശതമാനം ഇട്ട് വെച്ചിരിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ഇത്ര ശതമാനം, ഇത്ര അളവ്, ഇത്ര പൊക്കം, സകലതും നോക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ശമൂവേൽ പ്രവാചകനോട് സ്വർഗ്ഗത്തിലെ ദൈവം, യഹോവയായ ദൈവം പറഞ്ഞു, അവന്റെ മുഖം പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നതും നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ദൈവ പൈതലേ, ഇന്ന് മനുഷ്യൻ നോക്കുന്നത് പുറമേ നോക്കുമ്പോൾ അകത്തെ കാണുവാൻ കഴിവുള്ളൊരു ദൈവം നമ്മുടെ കർത്താവായ ദൈവമാണ്. അകമേ നിന്റെ ഹൃദയത്തിന്റെ നിലവുകളെ തിരിച്ചറിയുക, നിന്റെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനങ്ങളെ തിരിച്ചറിയുക ആർക്ക് പറ്റും? യഹോവയ്ക്ക് പറ്റും, ദൈവത്തിന് പറ്റും. ആമേ മനുഷ്യർ പുറമേ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കും, പൊക്കവും വണ്ണവും സൗന്ദര്യം നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ, ഇന്ന് പലരും തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പ് യഥാർത്ഥമാകത്തില്ല. ദൈവം സെറ്റ് ചെയ്താലേ പറ്റൂ, ദൈവം തിരഞ്ഞെടുത്താലേ പറ്റൂ. നീ പുറമേ നോക്കരുത് പ്രവാചകനെ, നീ പുറമേ നോക്കരുത്. നിന്റെ കണ്ണിൽ കാണുന്നത് ശരിയാണെന്ന് തോന്നും, അത് ശരിയല്ല, ശരിയല്ല. ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഓ ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നു കുഞ്ഞേ, ദൈവം നിന്നെ ആമേ തന്നെ ആമേൻ ആമേ. ചിലര് പൊക്കത്തിലും വണ്ണത്തിലും ആമേ. ഇന്ന് സകലവരും ആമേ, ഒരു ഗവൺമെന്റ് പട്ടാളത്തിൽ പയ്യ പൊക്കം നോക്കും, പോലീസിലോട്ട് പയ്യ പൊക്കം നോക്കും, ചില നിയമത്തിനൊക്കെ പൊക്കവും വണ്ണവും നോക്കും. ആമേ ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും പൊക്കവും വണ്ണവും നോക്കി തൂക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം പറയുന്നു, നിന്റെ വണ്ണത്തിലല്ലോ പൊക്കത്തിലല്ല നിന്നെ ദൈവം നോക്കുന്നത്, നിന്റെ ഹൃദയത്തിലാണ്. ഇതിനകത്തിരിക്കുന്നവരോട് ആത്മാ പറയുന്നു, നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു നല്ലൊരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കരമടിച്ച് ദൈവത്തിന് ശൈത്യോടെ മഹത്വം കൊടുത്തു. ഓ റവന രഗന ധീന രഗരെ വൈഡവ രംദല വൗഡവ രാജവ ധീന രഗരെ. ശക്തിയോടെ 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 കരമടിച്ച് കരമടിച്ച് ഒരു ആത്മ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഓ രഗബലബലബല ശംദല ബൗഡവ രത്തല ബൗഡ വൈഡവ രംദല ബൗഡവ രാജവ ധീന രഗന വൈഡവ രഗന റീഗ മാന. മനുഷ്യൻ പുറമേ നോക്കി അമേ, ഇന്ന് പുറമേ നോക്കി എല്ലായിടത്തും ഒരു വേർതിരിവുണ്ട്. മനുഷ്യനെല്ലാവരും വേർതിരിക്കും കുഞ്ഞെ. ഇന്ന് പലരും ആമേ കറുപ്പ് നോക്കി വെളുപ്പ് നോക്കി വേർതിരിക്കും. ഓ കറുത്തവൻ വെളുത്തവൻ, പൊക്കം കുറഞ്ഞവൻ, സൗന്ദര്യം നോക്കും. ഇന്ന് മനുഷ്യൻ എല്ലാവരും ആമേ ഇന്ന് നിറം നോക്കി വേർതിരിക്കുമ്പോ സ്വർഗം പറയും, ഇന്ന് പുറമേ നോക്കിയുള്ള നിറത്തിനല്ല, അകത്തെ നോക്കിയ നിറത്തെ അല്ല, ഇന്ന് ദൈവം നോക്കുന്ന ഒരു മനസ്സിനെയാണ് ഇന്ന് കാണുന്നത്. ഹല്ലേലൂയ. പുറമേ ഉള്ളത് എല്ലാരും നോക്കും. മനുഷ്യൻ പുറമെയാണ് നോക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പറ, അകം കാണുന്ന ഒരു ദൈവനകത്തുണ്ട്, അകം കാണുന്ന ഒരു ദൈവനകത്ത് വന്നിട്ടുണ്ട്. ഹൃദയത്തെ നോക്കി നിന്റെ ഹൃദയത്തെ കാണുന്ന, നിന്റെ മനസ്സിനെ കാണുന്ന ഒരു ദൈവം നിന്നകത്തുണ്ട്. നിന്റെ ഹൃദയം പിടയ്ക്കുന്നത് നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം ഇടപെടുന്നുണ്ട്. ഇവിടെ പറയുന്നു, അവന്റെ ശമൂവേൽ പറയാ, അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്
അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ദൈവം തള്ളിയതിനെ നീ നോക്കരുത്. ഈശായുടെ കുടുംബത്തിൽ നിന്നും ആദ്യത്തെ ഒരുത്തനെ കണ്ടിരുന്നപ്പോ ദൈവം ശമൂവേൽ പറഞ്ഞു, ഇതാ നിന്റെ അഭിഷിക്തൻ. ദൈവം പറഞ്ഞു, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. തള്ളിയതിനെ ചിലത് കാണുമ്പോൾ പറയും, ഇതാണോ ദൈവത്തിന്റെ അഭിഷിക്തൻ? ദൈവം പറഞ്ഞു, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ഈശായുടെ ആദ്യത്തെ മകനെ ശമൂവേൽ പ്രവാചകൻ കണ്ടപ്പോ, ഇതാ ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ദൈവത്തിന് അഭിഷിക്തൻ എന്ന് പറഞ്ഞപ്പോ ദൈവം പറയുന്നു, ഞാൻ തള്ളിയിരിക്കുന്നു. നിനക്ക് അഭിഷിക്തനാ, പക്ഷേ എനിക്ക് വേണ്ടാത്തവനാ. ആമേ, ഹല്ലേലൂയ. നീ അഭിഷിക്തൻ എന്ന് പറയുമ്പോ ദൈവം പറയും, ഇത് തള്ളിയതാ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. വായിച്ചോ. മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നു, നോക്കുന്നു. ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ പുറമേ ചെന്ന് നോക്കി എല്ലാം ഓക്കെ എന്ന് പറയരുത്. നിങ്ങൾ പുറമേ കണ്ടിട്ട് അവരെ സാമ്പത്തിക ഒരു കല്യാണത്തിന് വേണ്ടി പോവുകയാണ്, പയ്യൻ ഒരു വിവാഹത്തിന് വേണ്ടി പോവുകയാണ്. പുറമേ കൊള്ളാം, നല്ല കൊള്ളാം, സൗന്ദര്യം എല്ലാം ഉള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിവാഹത്തിന് വേണ്ടി വിവാഹം തന്നെ എടുക്കാം. നമുക്ക് ഒരു പയ്യന് പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് പറയുമ്പോൾ പെണ്ണിനെ കാണുമ്പോൾ വണ്ണമുണ്ട്, പൊണ്ണുണ്ട്, എല്ലാം കൊള്ളാം, എല്ലാ സൗന്ദര്യവും ഉണ്ട്, ഭയങ്കര എല്ലാം കാണാനൊക്കെ അഴകാ. പക്ഷേ ദൈവം തള്ളിയിരിക്കുന്നതാണ്, മറക്കരുത്. ദൈവം തള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവ പൈതലെ, ദൈവഹിതത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യണം. എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവഹിതം മാത്രമേ ചേരാവൂ. ദൈവഹിതമില്ലാത്തത് ചേരരുത്. നമ്മൾ പുറമേ നോക്കി എല്ലാം ശരിയെന്ന് പറയുമ്പോൾ ദൈവം പറയും, ഞാൻ തള്ളിയതാ. ഹല്ലേലൂയ. തള്ളിയതിനെ ആരെങ്കിലും എടുക്കാറുണ്ടോ? ദൈവത്തിന് വേണ്ടാന്ന് പറഞ്ഞ കെട്ടതിനെ. നിങ്ങൾ ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒരു സ്ഥലത്ത് പോകുമ്പോൾ തേങ്ങ വാങ്ങാൻ പോകുമ്പോൾ അങ്ങോട്ട് പൊതിച്ചിട്ടിട്ട് വാങ്ങിയാണ്. ഹല്ലേലൂയ. ഞാൻ യേശുദാസനോട് തേങ്ങ വാങ്ങിക്കാൻ പോവുകയാണ് പള്ളിക്ക് വേണ്ടി. അപ്പോൾ വേറെ അങ്ങോട്ട് പറഞ്ഞ എണ്ണയാണ്, ചിലത് കുലുങ്ങണില്ല, 2, 3 ഒരുമിച്ച് എണ്ണും. എണ്ണിട്ട് ചിലത് കുലുങ്ങിയില്ല, മാറ്റിയിട്ടു. തേങ്ങയുടെ കളറെല്ലാം ഒരേപോലത്തെ വലിപ്പമൊക്കെ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുലുങ്ങാത്തനെ മാറ്റിയിട്ടു. കുലുങ്ങുന്നതല്ലേ ഞാൻ വാരി കെട്ടി. അടുത്ത ഒരു കൂട്ടർ വരുന്നുണ്ട് എടുക്കാൻ വേണ്ടി. അവർ പറയും, ഇത് കൊള്ളാം. ഈ മാറ്റിയിട്ടതിനെ കൊള്ളാൻ വേണ്ടി പൈസ കൊടുക്കാറുണ്ടോ? ചിലതിനെ മാറ്റിയിട്ടതുണ്ട്. ചിലതിനകത്തൊക്കെ, ചില കുടുംബത്തിനകത്ത് തേങ്ങ പോലെ കുലുങ്ങാത്തതും കെട്ടതും കെട്ടത് ഉപയോഗിക്കാൻ പറ്റാത്തത് ചില കുടുംബത്തിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപയോഗിക്കാൻ കഴിയാത്തതും ദൈവത്തിന് പ്രയോജനപ്പെടാത്തതുമായ ദൈവം തള്ളിയിരിക്കുന്നത് ചിലതിനുണ്ട്. അതിനെ നമുക്ക് കൊള്ളാമെന്ന് പറഞ്ഞെടുക്കാൻ പറ്റൂല. ദൈവം തള്ളിയതാ. അതാ പറഞ്ഞ മനുഷ്യൻ പുറമേ നോക്കുന്നു, ദൈവം അകമേ നോക്കുന്നു. വായിച്ചോ. ഹൃദയത്തെ നോക്കുന്നു എന്നരുളി ചെയ്തു. പിന്നെ യിശായി, യഹോവ ഹൃദയത്തെ നോക്കണം. ദൈവം എവിടെ നോക്കുന്നു? മനുഷ്യന്റെ ഹൃദയത്തെ നോക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നുണ്ട് എന്ന് അരുളി ചെയ്തു. അടുത്ത ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ അവൻ യഹോവ ഇങ്ങനെ, ഇവരെയും തെരഞ്ഞെടുത്തോ എന്ന് ചോദിച്ചു. തെരഞ്ഞെടുത്തോ? ഇവരെയും തെരഞ്ഞെടുത്തിട്ടില്ലയോ? വായിച്ചോ. പിന്നെ യിശായി അബീനാദാബിനെ വിളിച്ച്, അടുത്ത വിളിക്കുകയാണ്. യിശായി അബീനാദാബിനെ വിളിക്കുകയാണ്. ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറേ അവൻ രണ്ടാമത്തെ ഒരാളെ വിളിക്കുകയാണ്. ആരുടെ? അബീനാദാബ് വിളിക്കുകയാണ്. വിളിച്ച് ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറേ അവൻ യഹോവ ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 9. പിന്നെ യിശായി ശമ്മയെയും വരുത്തി, ഇവനെയും യഹോവ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യിശായി
7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. നോക്കിയാൽ 7 പുത്രന്മാര് ആരെ കൂടെ ഉണ്ടായിരുന്നു? ഈശായിയുടെ കൂടെ. 7 പുത്രന്മാര് അപ്പന്റെ കൂടെ വരുന്ന സമയത്തും 7 വരെ വിളിച്ചു കാണിച്ചു. ഓരോരുത്തരെ വിളിച്ചു കാണിച്ചു. ഇവനെയാണോ ദൈവ സമയമാകുമ്പോൾ പറയുന്നു ഇവനെ തള്ളിക്കളഞ്ഞു. ആമേ ഹല്ലേലൂയ. 7 വരെ കാണിച്ചു പറഞ്ഞു. 7 വരെയും തെരഞ്ഞെടുത്തിട്ടില്ല ദൈവം. 7 ഈശായുടെ 7 മക്കളെയും തെരഞ്ഞെടുത്തിട്ടില്ല. ഇനി അടുത്ത ചോദ്യം ചോദിക്കുക. എന്നാൽ ശമൂവേൽ ഇശായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുവാൻ എന്ന് പറഞ്ഞു. അവൻ ആടുകളെ മേയ്ക്കാൻ എവിടെ പോയിരിക്കുന്നു? മരുഭൂമിയിൽ പോയിരിക്കുകയാണ്. ഈശായിക്ക് എത്ര മക്കളാ? 8 മക്കളാ. 7 പേര് അടുത്ത് നിന്ന് അപ്പനോട് ചേർത്ത് പിടിച്ചപ്പോ ഒരുത്തനെ വേണ്ടാതെ വീട്ടിനകത്ത് ഉപയോഗമില്ലാതെ ഏറ്റവും നല്ല സ്നേഹമുള്ളവനും ഏറ്റവും ഗുണമുള്ളവനാണോ? അല്ല. എല്ലാവരും മാറ്റി നിർത്തിയ ഒരാളുണ്ട് നിന്റെ കുടുംബത്തിനകത്ത്. ദൈവ പൈതല്, എല്ലാവരും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. 7 മക്കളെയും ഈശോയോട് ചേർത്ത് നിർത്തി. പക്ഷെ ഒരുവനെ മാത്രം, 8ാമത് ഒരുവനുണ്ട്. അതിൻ്റെ പേരാണ് ദാവീദ്. അവനെ നല്ലൊരു ജോലി കൊടുത്ത് ആട് മേയ്ക്കുവാൻ. ഇനി ഒരുവനുണ്ട്. എവിടെ? അവൻ ആട് മേയ്ക്കുവാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആട് മേയ്ക്കണ ജോലി നിസ്സാരമായ ജോലിയല്ല. നമ്മളിപ്പോൾ കിടന്ന് വേർത്തൊലിക്കുന്ന കാട്ടിലെ മരുഭൂമിയിലെ ചൂടും നല്ലപോലെ വേർപ്പും അത്രത്തോളം അപ്പൻ്റെ ആടുകളെ സൂക്ഷിക്കാൻ, ദുഷ്ടമൃഗങ്ങളെ ജയിക്കുക, അത്രത്തോളം ഉറങ്ങാതെ ജീവൻ പണയം വെച്ച് ആ ജോലി ചെയ്യുന്നതും രാത്രിയെന്നില്ല പകലെന്നില്ല ആടിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? ദാവീദിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൻ്റെ കൂടെ 8 മക്കളിലെ അപ്പന്. എന്നിട്ട് ഈ ദാവീദിനെ മാത്രം എന്തിനാ കാട്ടിൽ പറഞ്ഞു വിട്ടത്? ഒരുത്തരെങ്കിലും കൂടെ വിട്ടാ. ഇപ്പോൾ 7 വരെ 8 വരെ ഉണ്ട് നമ്മൾ പറയും. അപ്പോൾ സാന്ത്വന ശമൂലിനെ പറയും, 3 വരെ പറയും ശമൂലിനെ കൂടെ എൻ്റെ കൂടെ വാ, അല്ലെങ്കിൽ വന്ദന എൻ്റെ കൂടെ വാ എന്ന് പറയൂലേ. ദാവീദിൻ്റെ കൂടെ ആരെയും വിട്ടില്ല. വീട്ടിൽ നിന്ന് ആരെയും വിട്ടില്ല. ദാവീദ് ഒറ്റയ്ക്കാണ് ആട് മേയ്ക്കാൻ പോയത്. ഹല്ലേലൂയ. ആരെ കൂട്ടിന് വിട്ടുമില്ല. അങ്ങനെ കൂട്ടിന് വിട്ടിട്ടുള്ള ചരിത്രം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുമില്ല. ഹല്ലേലൂയ. എന്നാൽ അടുത്ത് പറയുന്നു ഇനി ഒരുവനുണ്ട്, ഇനി ഇളയവൻ ഒരുവനുണ്ട്. അവൻ ആടുകളെ മേയ്ക്കുവാൻ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ശമൂവേൽ ഈശായിയോട് ആളയച്ച് ഇവനെ വരുത്തുക. അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പന്തിക്കത്തില്ല. 7 വരെ തള്ളിയപ്പോ, ഈശായുടെ കുടുംബത്തിൽ 7 ആൺമക്കളെ തള്ളിയപ്പോ 8ാമത് ഒരുത്തതാ മരുഭൂമിയിലായിരിക്കുന്നു. ഇനി ഉണ്ടോന്ന് ചോദിച്ചുകൊണ്ട് 8ാമത് ഒരുവനുണ്ട്. നീ ആളയച്ച് അവനെ വരുത്തണം. എത്രയും പെട്ടെന്ന് നിന്നെ ആളയക്കുക. ഇവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിരിക്കത്തില്ല. ശമൂവേൽ പ്രവാചകർ നിർബന്ധം പിടിച്ചു. ഇവൻ വന്നിട്ടില്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കത്തില്ല. ഒരു നിർബന്ധം ചില പിടിക്കുന്നത് ചില വിടുതലിന് കാരണമാണ്. ചില നിർബന്ധം പിടിക്കണം. പ്രാർത്ഥനയിൽ നിർബന്ധം പിടിക്കണം. ആരാധന നിർബന്ധം പിടിക്കണം. ദൈവസന്നിധിയില് ഒരു നിർബന്ധം പിടിച്ച കരം അടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്തട്ടെ. ആളയച്ചവനെ വരുത്തി. എന്നാ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു അവൻ വന്നിട്ടല്ലാതെ നമ്മളായിട്ടായിരിക്കണം. ഇനി ഞാൻ വന്നാലും കൊള്ളാം, വന്നില്ല നമുക്കിത് കഴിച്ചിട്ടൊക്കെ ഇരിക്കാം. ഉച്ച സമയമായില്ലേ അല്ലേ? ഉച്ച സമയം കഴിഞ്ഞ് വന്നാലും വന്നില്ലെങ്കിലും ചിലർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നിൻ്റെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് മാത്രമേ ഭക്ഷണത്തിനിരിക്കാവൂ. ഹല്ലേലൂയ. ഇന്നിരിക്കുമോ? ഇവിടെ വിശപ്പാണ് നോക്കണത്, വരവാണെങ്കിൽ വന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ അവരെ കൂടെ ഇരിക്കാൻ വേണമെങ്കിൽ, കഴിച്ചിട്ട് വേണമെങ്കിൽ
ഒന്നുകൂടെ ഇരുന്ന് കഴിക്കുക. അപ്പോൾ അവർക്കും ബോധ്യമാവും നമ്മളിത്തിരി വെയിറ്റ് ചെയ്തതാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ തൃപ്തിപ്പെടണമെങ്കിൽ അവരെ കൂടെ നമുക്ക് ഇരിക്കാം. ഹല്ലേലൂയ. ഇതിനകത്ത് വരുമ്പോൾ ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് ബ്രദറെ. ഒരു അഭിഷേകം നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഇതിനകത്തൊരു അഭിഷേകമുണ്ട്. ആ മർമ്മത്തിലേക്ക് വരാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. ഈ കൊമ്പിന്റെ മേൽ തൈലം, അഭിഷേക തൈലം ആരെല്ലുണ്ട്? ശമൂവേൽ പ്രവാചകന്റെ കയ്യിലുണ്ട്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നതാണ് ഇവിടെ യാഗം കഴിക്കാൻ കാളക്കുട്ടിയുണ്ട്. കാളക്കുട്ടിയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, കാളക്കുട്ടിയെ മാറ്റി കെട്ടിയിരിക്കുകയാണ്. പക്ഷേ നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചിലരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഈ ദൂത് കേൾക്കുന്ന, വചനം കേൾക്കുന്ന, മന്ന ടിവിയിലൂടെയും മീഡിയ ടുഡേയിലൂടെ കേൾക്കുന്ന, യൂട്യൂബിൽ കേൾക്കുന്ന ദൈവം നിന്റെ കുടുംബത്തിനകത്തുനിന്നും ചിലതിന് ദൈവം 2024 തിരഞ്ഞെടുക്കുന്നുണ്ട്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊട്, ദൈവത്തിന് മഹത്വം കൊട്. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചിലതിന് ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരിബനധന വരിഗമന ശംദല ബൗഡവ രാജവദീന രിഗനെ. ഹല്ലേലൂയ. അപ്പോ കുടുംബത്തിനകത്തു നിന്നും ഒരു വ്യക്തിയെ 7 വരെ മാറ്റി നിർത്തിയപ്പോ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട യിശായി എന്ന അപ്പൻ, അപ്പൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ മിടുക്കന്മാരാണെന്ന്. പലരും വിചാരിക്കും എൻ്റെ കൂടെ നിൽക്കണ മിടുക്കന്മാരാണ്. നിങ്ങൾ ആരെങ്കിലും മാറ്റി നിങ്ങളെ കുടുംബത്തിൽ നിർത്തിയാൽ, നിങ്ങളെ കുടുംബത്തിനകത്തെന്നും നിങ്ങളുടെ മക്കളെ മാറ്റി നിർത്തിയ, ഹല്ലേലൂയ, നിങ്ങളിപ്പോൾ വിചാരിക്കും ഇപ്പം നിൽക്കണവൻ എന്നെ നല്ലപോലെ നോക്കും, ഇവ എന്നെ പൊന്നുപോലെ നോക്കും. പെണ്ണ് കെട്ടിക്കൊണ്ട് വരണം. പൊന്നുപോലെയാണ് നോക്കുന്നത്, വെള്ളി പോലെയാണ് നോക്കുന്നത്, വൈഡൂര്യം പോലെയാണെന്ന് പെണ്ണ് കെട്ടിക്കൊണ്ട് 2 മാസം കഴിയുമ്പോൾ അറിയാം അമ്മയാണോ ഇതിനകത്ത് മരുമോൾ, അമ്മയാണോ മരുമോൾ, അമ്മാവി അമ്മയാണോ തിരിച്ചറിയാൻ പറ്റും. 2 മാസം കഴിയണ്ട, 1 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞാൽ മതി. ഇത്തിരി വൈകി കഴിച്ച് അമ്മ വൈകി കഴിക്കാൻ പറയും. അമ്മ കഴിച്ചില്ലേ? ഇല്ല. അവൾക്ക് 1 ഗ്ലാസ് കാപ്പി ഇട്ട് കൊടു. അമ്മമാരെ, നിങ്ങൾ വരുന്ന മരുമകൾക്ക് വേണ്ടി കാപ്പി ഇടാൻ വേണ്ടി റെഡിയാക്കി, കാപ്പി പൊടി വെച്ച് റെഡിയാക്കി വെച്ചോ. ഹല്ലേലൂയ. കാര്യം എന്താണ്? നീ ശരിക്കും നിന്ന് വിചാരിക്കും ഇവ എന്നെ നോക്കും, അല്ലെങ്കിൽ ഇവൾ എന്നെ പൊന്നുപോലെ നോക്കും. ഈ പൊന്നുപോലെ നോക്കാൻ നിൽക്കുന്നവരും തങ്കം പോലെ നോക്കാൻ നിൽക്കുന്നവരൊക്കെയാണ് ഇപ്പം തിരിച്ചറിയാൻ പോണത്. ഷായുടെ 7 മക്കൾ നിന്ന സമയത്ത് പറഞ്ഞു ഇവരായിരിക്കും ഏറ്റവും ശ്രേഷ്ഠന്മാർ. കുടുംബത്തിനകത്ത് ഇരിക്കുന്നവരാ ശ്രേഷ്ഠമെന്നെ അടുത്ത് ചേർത്ത് പിടിച്ചപ്പോ ഒരുവനെ വേണ്ടാതെ മാറ്റി നിർത്തി. ഇന്ന് കുടുംബത്തിനകത്ത് വേർതിരിവില്ലേ? മക്കളെ കുറിച്ച് വേർതിരിവില്ലേ? ഉണ്ട്. 5 പേരുണ്ടെങ്കിൽ 5 പേരും വേർതിരിവുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണാനും പറ്റൂല. വളർന്ന് വന്നു കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ മണ്ടയിൽ 5 തേങ്ങയാണെങ്കിലും എല്ലാത്തിനും വെള്ളം കാണും, പക്ഷെ വലിപ്പങ്ങൾ വ്യത്യാസമായിരിക്കും. തൂക്കം നോക്കിയാലും വ്യത്യാസം കാണും. ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ 5 തേങ്ങയാണ് ഇരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇതിനെ പൊതിച്ചെടുത്തിട്ട് കുലുക്കി നോക്കണം. നിങ്ങൾ സംശയമാണെങ്കിൽ കുലുക്കി നോക്ക്. തെങ്ങ് ഒന്നാ, വലിപ്പം വ്യത്യസ്തമാണ് അല്ലേ? 5 5 ഇവിടെ 7 വരെ യിശായി ചേർത്ത് പിടിച്ചപ്പോൾ ഇവരാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റാണെന്ന് കരുതി. അതാണ് ദൈവം പറയുന്നത്, കണ്ണിൽ കാണുന്നത് നീ അളന്നെടുക്കരുത്. നിന്റെ കണ്ണിൽ കാണുന്നത് നിനക്ക് നല്ലതെന്ന് തോന്നും, പക്ഷെ ഹൃദയം കൊണ്ട് ഇവരൊക്കെ തള്ളിയതാ. നിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ നിനക്ക് നല്ലതെന്ന് തോന്നിയാലും സ്വർഗത്തിലെ ദൈവം പറയുന്നു ഞാൻ ഇവരെ തള്ളിയതാ, 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 ഓ തള്ളിയതാ. നിനക്ക് പുറമേലൊക്കെ നോക്കി കാണാനൊക്കെ കൊള്ളാം, അഴകും സൗന്ദര്യവും കൃത്യമായിട്ട് എല്ലാം കൊള്ളാം, പക്ഷേ അവർ ഹൃദയം കൊണ്ട് ദൈവത്തിന് കൊള്ളാത്തവരാ, തള്ളിയവരാ. അപ്പോൾ 7 പേരെ യിശായി ചേർത്ത് പിടിച്ചപ്പോൾ 8ാമത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവനെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി മരുഭൂമിയിൽ, അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. പ്രതികൂലത്തിൻ്റെ മധ്യേ പറഞ്ഞു വിട്ടു, ഈ ചൂടിൻ്റെ മധ്യേ പറഞ്ഞു വിട്ടു, കഷ്ടയുടെ നടുവിൽ പറഞ്ഞു വിട്ടു. ദാവീദേ,
എനിക്ക് ചോദിക്കാം, എന്താ ദാവീദേ, നിന്നെ അപ്പൻ ആമേ നീ ഏറ്റവും ഇളയ മോനല്ലേ, നീ അപ്പൻ്റെ അവസാനത്തെ മോനല്ലേ, എന്താ നിന്നെ കാട്ടിലോട്ട് പറഞ്ഞു വിട്ടത്? ദാവീദ് പറയും, ബ്രദറെ വേറെ ഒന്നുമല്ല, എൻ്റെ അപ്പന് ഈ അപ്പൻ ഇശായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് എന്നെ കാട്ടിലോട്ട് പറഞ്ഞു വിട്ടത്. ഹല്ലേലൂയാ. ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ടാ, അല്ലെ? സ്നേഹം കൂടിയുണ്ട്. ഇവിടത്തെ അപ്പൻ സ്നേഹം കൂടിയ ആടുകളെ കൊടുത്ത് മേയ്ക്കുവാൻ വിട്ടു. നിന്റെ വീട്ടിനകത്ത് നിന്റെ കൂടെ 7 മക്കള് തിന്നും കുടിച്ചും സൂയിച്ചും സകലതുമായിരിക്കുമ്പോൾ നീ നല്ലതെന്ന്, ഏറ്റവും നല്ലതെന്ന് ബെസ്റ്റായിട്ട് കരുത്. നീ പുറമേ എണ്ണി തട്ടി കൂട്ടി കിഴിച്ചു വെച്ചതെല്ലാം ആമേ ഹല്ലേലൂയാ നല്ലതെന്ന് കണ്ടതൊക്കെ ദൈവം മോശമെന്നെണ്ണി. നീ നല്ലതെന്ന് കണ്ടതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശമെന്നായി കണ്ടു. എന്നാൽ നിനക്ക് വേണ്ട നീ ആമേ നിന്നെ വിട്ട് ആമേ നിന്റെ ആടുകളുമായി മേയ്ക്കുന്ന ദാവീദിനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ട ഒരപ്പനുണ്ട്. ഇനി ചോദിച്ചു, ശമൂവേൽ ചോദിച്ചു, ഇനിയും മകനുണ്ടോ? ഈ 7 വരെ കണ്ടിട്ടും ദൈവം സംസാരിച്ചില്ല. 7 പേര് വന്ന് ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പോലും ദൈവം ഇടപെട്ടില്ല. ഇവരൊക്കെ തള്ളി തള്ളി എന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞു, ഇനി ഒരുവനുണ്ട് കാട്ടിലോട്ട്, നീ എത്രയും പെട്ടെന്ന് ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് ഇനി ഉണ്ടോന്ന് കേട്ടു. ഉണ്ട്. ആ സമയത്ത് ദാവീദ് പറയാണ്, ഞാനിനി ഇവൻ വരാതെ പന്തിയിലിരിക്കത്തില്ല. ശമൂവേൽ പ്രവാചകൻ ഒരു നിർബന്ധത്താൽ ഒരു ശബ്ദമെടുത്തു, ഇവൻ വരാതെ ഞാനിനി ഉള്ളത് ചലിക്കത്തില്ല. ഒരുവനെ തേടി അവനെ വിളിക്കുവാൻ വേണ്ടി ഈശായി തന്റെ ആളുകൾ അയക്കുകയാണ്, അവനെ കാട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ. ഓ ഹല്ലേലൂയാ. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവൻ. ഈ വന്ന ആളിന്റെ നിറം നോക്കിക്കോളണമേ. എങ്ങനെയായിരുന്നു? പവിഴ നിറമുള്ളവനും സുനേന്ദ്രനും കോമള രൂപിയും ആയിരുന്നു. നോക്കിക്കോളണം. അത് ആരാണെന്ന് അറിയണ്ടേ? ഈ വ്യക്തി ആരാണെന്ന് അറിയണ്ടേ? ഈ കാട്ടിലോട്ട് പറഞ്ഞു വിട്ടവന്റെ നിറവും എന്ന് പറയുന്നത് പവിഴ നിറമുള്ളവനായിരുന്നു. പവിഴ നിറം നിങ്ങൾക്കറിയാലോ, സ്വർണ്ണ നിറമുള്ളവൻ. സുനേന്ദ്രൻ കോമള രൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. അപ്പോൾ യഹോവ എഴുന്നേറ്റ് പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യാ. ഒരു അഭിഷേക സമയത്ത് ഒരു ദൈവ പ്രവൃത്തിനകത്ത് വ്യാപരിച്ചിട്ടുണ്ട്. ഓ കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ കരമടിച്ച് ഓ റിബന ധനന രഗനെ. അഭിഷേകത്തിന് മുമ്പേ ഇവിടെ ഈശായുടെ മക്കളുടെ വേർത്ത് കുടുംബത്തിനകത്ത് വേർക്കുകയാണ്. ഒരു കൂട്ടര് ശമൂവേൽ പറയുന്നപ്പോൾ വെച്ച് യവനോ എന്ന് ചോദിച്ചു, അല്ലേ? എല്ലാവരും വിയർത്തുകൊണ്ടിരുന്ന സമയത്ത് 7 മക്കളെയും പിടിച്ചു നിർത്തിയപ്പോ സ്വന്തം അപ്പം വിയർത്തു. ഇനി എനിക്ക് ആരുണ്ട്? എൻ്റെ മക്കളിൽ ആരുണ്ട് ദൈവത്തിന് കൊടുക്കുവാൻ? നിങ്ങളുടെ തലമുറ ഒന്നിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല ദൈവം ആരെയാണ് തിരഞ്ഞെടുക്കണേന്ന്. എന്നാൽ ഈ വ്യക്തി പവിഴ നിറവും സുനേന്ദ്രനും കോമളരൂപിയും ആയിരുന്ന അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നെന്ന് പറഞ്ഞു, കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ചപ്പോൾ 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്തു. ദൈവം പറഞ്ഞ സമയത്താണ് തൈലക്കൊമ്പെടുത്തത്. തൈലത്തിൻ്റെ കൊമ്പ് തൈലമുണ്ട്, കൊമ്പുണ്ട്. തൈലക്കൊമ്പെടുത്തു. അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നോക്കിക്കോളണം. ആരുടെ നടുവിലാ? സഹോദരന്മാരുടെ നടുവിൽ. പ്രൈസ് ദി ഹല്ലേലൂയ. 7 സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അങ്ങനെ യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേന്നോ. ആ വ്യക്തിയുടെ പേരാ ദാവീദ്. സഹോദരന്മാരുടെ നടുവിൽ വെച്ച്, നിന്റെ കുടുംബത്തിനകത്ത് വെച്ച് നിന്റെ തലമുറ അഭിഷേകം ചെയ്യുന്നുണ്ട്. സഹോദരിമാരെ,
നിന്റെ കുടുംബത്തിനകത്ത് വെച്ച് നിന്റെ ഒരു തലമുറ ദൈവവേലയ്ക്ക് വേണ്ടി വേദനിക്കുന്നെന്ന് ആത്മാവ് ഒരു ദൂത് കൈമാറുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് വെച്ച് ഒരു വ്യക്തിയെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവത രാജാവായി അഭിഷേകം ചെയ്യുന്നുണ്ട്. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. അഭിഷേകം ചെയ്താൽ അങ്ങനെയായിരിക്കണം. എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരുടെ മുമ്പിൽ നടുവിൽ വെച്ച്. നിന്നെ ആർക്കും വേണ്ട, അല്ലേ? മോശമാണ്, ഒരു ഗുണത്തിനും വയ്യ, വീട്ടിൽ നിർത്താൻ പറ്റൂല. അവൻ ആട് മാത്രം കൊടുത്ത് കാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ, നിന്നെ വീട്ടിൽ ഒതുക്കാതെ കാട്ടിൽ ഒതുക്കണമെങ്കിൽ സ്വർഗം പറയുന്നു ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. നീ ചില കഷ്ടതകൾ സഹിക്കുന്നതും ചില ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതും വേദന സഹിക്കുന്നതും ഞാനിന്ന് വിളിച്ചു പറയുന്നു ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. മറന്നു പോകരുത്, ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഈ സഹോദരന്മാർ 7 സഹോദരന്മാർ നിൽക്കുന്ന സമയത്ത് ദാവീദിനെ വരുത്തി. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവന് മേൽ തൈലം കൊമ്പെടുത്ത് ആരെ നടുവിൽ വെക്കണം? സഹോദരന്മാരുടെ മധ്യ. നിന്നെ ഇപ്പൊ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആർക്കും വേണ്ടത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ നടുവിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദൈവമൈതലേ. ആത്മാവ് ഒരു ദൂത് കൈമാറുന്നുണ്ട്. ഇതിനകത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നു നിന്നെ നടുവിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, സ്തോത്രം. ആമേ, ഹല്ലേലൂയ. നടുവിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ട്. അതാ കൂട്ടുകാരിൽ പരമായി ദൈവാനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ദാവീദിനെ ആട് മേയ്ക്കുവാൻ വേണ്ടി അപ്പൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു രാജ്യം ഭരിക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അപ്പൻ പറഞ്ഞത് നീ ആട് മേയ്ക്കാൻ പോ, പക്ഷെ ദൈവം വിളിക്കുന്നു രാജ്യം ഭരിക്കുവാൻ. ഒരു രാജ്യത്തിന്റെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുന്ന ഒരു ദാവീദിനെ ഇന്ന് കാണുന്ന. ആമേ, ദാവീദിനെ സഹോദരന്മാർ കാണുന്ന മുമ്പിൽ അവരുടെ മധ്യേ അവരുടെ നടുവിൽ വെച്ച് ശമൂവേൽ പ്രവാചകൻ അഭിഷേക തൈലമെടുത്ത് ആമേ തലമേൽ വീട്ടുകയാണ്. കൊമ്പിൽമേൽ തൈലമെടുത്ത് ആമേ ദാവീദിന്റെ തലമേൽ വീട്ടുകയാണ്. അപ്പോൾ മറ്റുള്ള സഹോദരന്മാർ പറയും, അസൂയ ഉണ്ടോ ഇല്ലയോ? സഹോദരന്മാർക്ക് അസൂയ ഉണ്ടോ ഇല്ലയോ? സഹോദരിമാരെ, നിങ്ങൾ 7 സഹോദരിമാരാണ്, അല്ലെങ്കിൽ 8 സഹോദരിമാരാണ്, അതിൽ നിങ്ങൾ 8 പെണ്ണുങ്ങളാണെന്ന് വെച്ചോ. സഹോദരിമാരെന്ന് വെച്ചാൽ മനസ്സിലാവില്ല. 8 പെൺപടകള്. ആ മേഖലയിലെ 7 പെൺപട അവിടെ ഉണ്ട്. ഒന്നിനെ മാറ്റി ദൂരെ വിട്ടിട്ടുണ്ട്. ഇതിനെ മാറ്റി നിർത്തിയാൽ നിങ്ങളെ നടുവിൽ കൊണ്ടുവന്നിട്ട് ദൈവം ഒരു പ്രത്യേകിച്ച് ഒരു കൊള്ള എടുത്ത് കൈ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ കൊള്ളയാണ് പാരുന്നത്. ഹല്ലേലൂയ. ഒരു കൊള്ള നിന്റെ കയ്യിലോട്ട് തരാൻ പോകുമ്പോൾ നിന്റെ സഹോദരങ്ങൾ പറയും, ആ നമ്മളെ കരുതലെല്ലാം പോയി. നമ്മൾ വിചാരിക്കും പോലെ നല്ല കാര്യം. ഇവിടെ രാവിലെയൊക്കെ വെച്ച് കുണുകുണാ പള്ളിയിൽ ഓടണം. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ കയ്യടിയും ആരാധനയും ഹല്ലേലൂയ പ്രൈസലോ. നിന്നെ പരിഹസിച്ച ചിലരുണ്ട് എൻ്റെ കുടുംബത്തിനകത്ത്. നിന്നെ പരിഹസിച്ച് പുച്ഛിച്ചവരുടെ കുടുംബത്തിനകത്തുണ്ട്. ആമേ, അവരാ നടുവിലാ ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആമേ, ഈ വർഷം അവസാനിക്കും മുമ്പേ ഒരു നന്മയുടെ അനുഗ്രഹത്തിലേക്ക് ദൈവ കരം പിടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനുള്ള ബുദ്ധിമുട്ടും ഏർപ്പാട് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബദ്ധപ്പാടാണ് ഇപ്പം അനുഭവിക്കണം. വിയർപ്പും ചൂടും കഷ്ടതയും അല്ലേ, കണ്ണിക്കൂടെയും മൂക്കിക്കൂടെയും വായിക്കൂടെയൊക്കെ ബുദ്ധിമുട്ട്. ദാവീദ് ഇതുപോലെ കാട്ടിൽ കിടന്ന് അനുഭവിച്ച് ചൂടും അല്ലേ, അല്ലാത്ത വേദനയും ദാഹവും ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ച ദാവീദിന്റെ ജീവിതത്തിലേക്ക് വിളിച്ച ദാവീദ് പറയണം, ഇതിനെക്കാട്ടിലും കഷ്ടം ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു. പലരും പറയില്ലേ, നിങ്ങളെ പ്രശ്നങ്ങളെ നോക്കി നിങ്ങൾ പറയാറില്ലേ, ജനിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇല്ല, ദൈവത്തിന് പദ്ധതി ഉണ്ട്. നീ ചില കഷ്ടത സഹിക്കുന്നത് ദൈവത്തിന് പദ്ധതി ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ കഷ്ടത സഹിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, അവിടെ മേൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമുണ്ട്. ഇതിനകത്ത് ഇത് കേൾക്കുന്നവരെ, ഈ ചാനലിലൂടെ കേൾക്കുന്നവരെ, ചാനലിലൂടെയും മീഡിയയിലൂടെയും യൂട്യൂബിൽ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് നിങ്ങൾ പറയുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടത സഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മുഖത്ത് നോക്കി പറയുകയാണ്, ഏറ്റവും കൂടുതൽ അനുഗ്രഹം നിങ്ങൾക്കാണ്. നിങ്ങൾ ആത്മീയയിൽ ഏറ്റവും കൂടുതൽ കഷ്ടത സഹിക്കുന്നുണ്ടോ?
നിങ്ങൾ എവിടെയെങ്കിലും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നുണ്ടോ? എവിടെ ഏറ്റവും കൂടുതൽ കരയുന്നുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹമായ ദൈവം ആമേ ബാക്കിൽ നിന്ന് മുമ്പിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ട്. നിന്റെ അപ്പം ബാക്കിലോട്ടിട്ടു അല്ലേ? അപ്പൊ ദാവീദിന്റെ അപ്പ യിശായി സ്വന്തം കുടുംബത്തിൽ നിന്നും മകനെ ബാക്കിലോട്ടിട്ട്. എല്ലാവരും ബാക്കിലോട്ടിടണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ വേർതിരിക്കുന്നത് പോലെ അല്ല ദൈവം വേർതിരിക്കുന്നത്. മാറ്റി നിർത്തും. അവനെ മാറ്റി നിർത്തും. അവനെ മാറ്റി നിർത്തി അവനെ സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് തന്നെ അവനെ കുടുംബത്തിനകത്ത് നിന്നും ഒരു കാര്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ മാറ്റി കാട്ടിലോട്ട് മാറ്റി നിർത്തിയപ്പോ ദൈവം പറയുന്നു, കാട്ടിക്കിടക്കുന്നവനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുക. ഒരു കാട്ടിക്കിടക്കുന്ന ദാവീദിനെ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ താമസം ഇപ്പോൾ ദൂരെയാണെങ്കിൽ പലപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളെ താമസം സിറ്റിക്കകത്താവും. എത്ര പേർ പ്രാർത്ഥിക്കുന്നു? നിങ്ങളെ താമസം സിറ്റിയിലോട്ടാകാൻ പോവുകയാണ്. ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് 10 കിലോമീറ്ററിനകത്തോട്ട് വരാൻ പോകുന്നവരായ സ്തോത്രം. 10 കിലോമീറ്ററിനകത്ത് വരാൻ പോകുന്നതിനായ നിങ്ങൾ എത്ര രാഗിൽ പ്രാർത്ഥിച്ചോ? 10 കിലോമീറ്ററിനകത്ത് ഈ ആലയത്തിന് ചുറ്റുമായി ദൈവമക്കളെ കൊണ്ടുവരാൻ പോകുന്ന ദൈവം 10 കിലോ അകത്ത് ഈ ഭാഗത്തെ ചുറ്റുപാടും ദൈവമക്കൾ അതാണ്. ഒരുത്തൻ നാട്ടിൽ കിടന്നവനെ ദൂരോട്ട് കിടന്നവനെ ദൈവം അടുപ്പിക്കുന്നുണ്ട്. ആമേ, അകന്ന് കിടക്കുന്നവൻ അടുപ്പിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാരെ നടുവിൽ വെച്ചുകൊണ്ട് ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുകയാണ്. ഈ അഭിഷേകം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആരിൽ മേൽ വന്നു? ദാവീദിൻ്റെ മേൽ വന്നു. ദാവീദിൻ്റെ മേൽ വരണമെങ്കിൽ ആ സെക്കൻഡിൽ താഴോട്ട് വായിക്കുക. സഹോദരന്മാരെ നടുവിൽ വെച്ചാണ് അഭിഷേകം ചെയ്യുന്നത്. ആ സമയത്ത് ആമേ തൊട്ട് 14-ാമത്തെ വാക്യത്തിൽ ആമേ 14, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് ആരിൽ വന്നു? ശൗൽ വന്നു. ഒരു സെക്കൻഡിൽ ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണ പകർന്നപ്പോൾ ആത്മാവ് ദാവീദിൻ്റെ വന്നു. ആ സെക്കൻഡിൽ ഈ ആത്മാവ് ശൗലിൽ നിന്നും മാറി. ശൗലിൽ നിന്നും മാറി ദാവീദിൻ്റെ മേൽ വന്നു. ദാവീദിൻ്റെ വന്ന് മാറിയ ശൗലിൽ നിന്ന് മാറിയ സമയത്ത് ദാവീദിന്റെ മേൽ വന്ന സമയത്ത് അടുത്ത് ആത്മാവല്ല വന്നത്, ദുരാത്മാവ് ആരിൽ വന്നു? ശൗൽ വന്നു. ആത്മാവ് മാറി ഇപ്പൊ വന്നിരിക്കുന്ന ശൗൽ എന്താ വന്നിരിക്കുന്നത്? ദുരാത്മാവ്. ഒരുവന്റെ മേൽ ആത്മാവ് വന്നു. ആത്മാവ് വന്ന സമയത്ത് ഹല്ലേലൂയ, ആത്മാവ് ആമേ ദാവീദിന്റെ മേൽ വന്ന സമയത്ത് അടുത്ത് ആ സെക്കൻഡിൽ തന്നെ ശൗലിൽ നിന്ന് ആത്മാവ് വിട്ടുമാറി അവന്റെ മേൽ ദുരാത്മാവ് കയറി വന്നു. രണ്ടും ഒരേ സെക്കൻഡ് സംഭവിക്കുന്നുണ്ട്. ഒരേ സെക്കൻഡ് സംഭവിക്കുന്നുണ്ട്. ഒരുവനെ നിറയ്ക്കുമ്പോൾ ഒരുവൻ കാലിയാകുന്നു. ഒരുവനെ നിറയ്ക്കുമ്പോൾ അടുത്തൊരുവൻ കാലിയാകുന്നു. അതാണ് വചനം പറയുന്നു, ദൈവം ഒരുവനെ ഉയർത്താൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാരെ നടുവിൽ വെച്ചുകൊണ്ട് ആമേ മറ്റുള്ള നടുവിൽ വെച്ചുകൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഏറ്റവും കുടുംബത്തിന് ആമേ ഇന്നലെ വരെയും നിന്നെ മാറ്റി നിർത്തിയ നിന്റെ സഹോദരങ്ങൾ നിന്നെ ആമേ ഹല്ലേലൂയ അവരുടെ മുമ്പിൽ നീ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായി മാറുന്നുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ തൈലം, ഒരു അഭിഷേകത്തിൻ്റെ തൈലം ദൈവം തെരഞ്ഞെടുത്ത് അങ്ങനെയായിരിക്കും. ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്താൽ അങ്ങനെയായിരിക്കും. ദൈവം വിളിച്ച് വേർതിരിച്ചു അങ്ങനെയായിരിക്കും. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാ. നിന്റെ കുടുംബത്തിനകത്ത് വെച്ച് മറ്റുള്ളവരെ കാണൊക്കെ അനുഗ്രഹിക്കും. നീ ദൈവത്തെ അറിഞ്ഞു നിന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് ഏറ്റവും നമ്പർ 1 ദൈവം മാറ്റും. നിങ്ങൾ ദൈവത്തിന് നിന്നാൽ നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ വാടാ കോടാ ഇങ്ങനെ നടക്കുമ്പോൾ നിന്റെ കാര്യം തല ഉയർത്തി പിടിച്ച് ശ്രേഷ്ഠമായി അന്തസ്സായിരിക്കും. അന്തസ് വേണോ? ശ്രേഷ്ഠം വേണോ? എല്ലാവരും മുമ്പിലൊക്കെ നിന്ന് അടിപൊളിയായിട്ട് കോട്ട് സൂട്ടൊക്കെ നിന്ന്
ഹല്ലേലൂയ. ആ ഇതൊക്കെ നിൽക്കണോ? എനിക്കിതൊന്നും വേണ്ട ബ്രദറെ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് കാര്യം കഴിഞ്ഞൊക്കെ ജീവിച്ചു പോയി. കൊഞ്ഞേ, ദൈവം സെറ്റ് ചെയ്യണം. ദൈവം ചിലതിനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നീ സമർപ്പിക്കണം. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നീ വിട്ടുകൊടുക്കണം. ദൈവ കൂട്ടിച്ചേർക്കുന്നതിന് വിട്ടുകൊടുക്കണം. ദൈവ ചേർക്കാത്തത് ചേർക്കാൻ പാടില്ല. ഹല്ലേലൂയ. തിരിച്ചറിയാൻ കഴിയാതെ നമുക്ക് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ നടക്കത്തുള്ളൂ. ദൈവം തെരഞ്ഞെടുക്കണം കുഞ്ഞ്. നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നീ നീ അല്ല തെരഞ്ഞെടുക്കേണ്ടത്, ദൈവം തെരഞ്ഞെടുക്കണം. നമ്മളിപ്പോൾ സമർപ്പിക്കണം. ഒരു ദൈവപ്രവൃത്തി നടക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കണം. ദൈവത്തിന് ഇഷ്ടം മാത്രമേ നടക്കാവൂ. അല്ല എൻ്റെ ഇഷ്ടം നടക്കുവാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ അത് പരാജയമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിനല്ല പ്രാധാന്യത്തെക്കാട്ടിലും ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഈ ഓരോ വ്യക്തിയെ കണ്ടെന്ന് പറഞ്ഞു, ഇവൻ തന്നെ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവനല്ല. 1 2 3 4 5 6 7 വരെയും മാറ്റി തിരിച്ചപ്പോൾ 7ാമതൊരു ആർക്കും വേണ്ടാത്തൊരുനെ കാട്ടിലോട്ട് തള്ളിയവനെ ദൈവം കണ്ടിരിക്കുന്നു. ആർക്കും വേണ്ടാത്തതാ അവസാനം നിങ്ങൾക്ക് വെള്ളം തരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപോതാ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇതിനകത്തിരിക്കുന്നവരല്ല. നിന്റെ കുടുംബത്തിനകത്ത് ഇപ്പം നിന്റെ മോൻ ഇപ്പോൾ ആർക്കും കണ്ടുകൂടാ, അല്ലെങ്കിൽ എൻ്റെ മോളെ ആർക്കും കണ്ടുകൂടാ. അവന് കാണാനൊന്നും അത്ര സൗന്ദര്യമില്ലെങ്കിലും, അവൾക്ക് കാണാനൊന്നും സൗന്ദര്യമില്ലെങ്കിലും അവസാനം നീ കിടക്കുമ്പോൾ ഇവനായിരിക്കും വരുന്നത് നിനക്ക് വെള്ളം തരാൻ. ഇവളായിരിക്കും നിനക്ക് വെള്ളം തരുന്നത്. ഇപ്പോൾ അമ്മ ചേർത്ത് പിടിക്കുന്നില്ല. ഇവൻ നോക്കും, എൻ്റെ ജീവിതകാലം മുഴുവനും നോക്കുമെന്ന് പറയും. നിൻ്റെ ജീവിതം എത്രയും തീർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചിലർ ചോദിക്കും, ഇനിയൊന്നും സമയമായില്ലേ പോവാനൊന്നും, ഞങ്ങൾക്കിത് മനസ്സമായിട്ട് ജീവിക്കൂടെ? ഇപ്പോൾ തലമുറ അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ശല്യം ചെയ്യാതെ ഒന്ന് പൊയ്ക്കൂടെ എന്ന് മാനുഷ്യമായ രീതിയിൽ പറയുമ്പോൾ, മനുഷ്യൻ്റെ കണ്ണുകൊണ്ടും ജഡികമായി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തായിരിക്കണം നീയും ഞാനും. ദൈവത്തിൻ്റെ പദ്ധതിക്കായിരിക്കണം ഒരു ദൈവ പ്രവൃത്തി നിന്റെ വീട്ടിനകത്ത് നടക്കണം. ആർക്കും വേണ്ടാത്തതിന് അതാ തള്ളിക്കളഞ്ഞ കല്ല് ദൈവം മൂലക്കല്ലാക്കി മാറ്റുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ചില തള്ളിക്കളഞ്ഞ കല്ല് ദൈവം മൂലക്കല്ലായി മാറ്റുന്നുണ്ട്. ആ സന്തോഷപരനോട് ഞാൻ പറയാ, ഊരുട്ടമ്പലത്തിൽ നിന്ന് വന്ന സന്തോഷപരനോട് പരിശുദ്ധ പറയുന്നു, നീ തള്ളിക്കളഞ്ഞ കല്ലാണ്. ആ ഊരുട്ടമ്പൽ ദേശം മാത്രമല്ല, ആ കാട്ടാട പഞ്ചായത്തിന് നിന്നെ വേണ്ടാത്തവനാ. കാട്ടാക്കട പഞ്ചായത്തില്, നിന്റെ പഞ്ചായത്തിൽ ഏറ്റവും മോശക്കാരനാ നീ. പക്ഷെ ദൈവം നിന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കി അവിടെ മാറ്റുന്നുണ്ട്. നിന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നുണ്ട്, നീ ഊരുട്ടമ്പൽ ദേശത്ത് ഏറ്റവും മോശപ്പെട്ടവനാ. നിന്റെ കുടുംബത്തിലും നിന്റെ അമ്മയ്ക്കും നിന്റെ ഭാര്യയ്ക്കും നാട്ടുകാർക്കും നീ ഏറ്റവും മോശപ്പെട്ടവനാണെങ്കിൽ ഇന്ന് യാരെത്തി വന്ന ആത്മാ പറയുന്നു, നിന്നെ ദൈവം ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റുന്നുണ്ട്. ആ ദേശത്തിന്റെ മധ്യേ ദൈവം ഏറ്റവും നമ്പർ 1 ആക്കി ദൈവം നിന്റെ മേൽ ഒരു അഭിഷേകം വന്ന് വീഴുന്നുണ്ട്. നിന്നെ ആർക്കും വേണ്ട. നീ മോശക്കാരനാ, നീ കുടിയനാ. ഇവനെ ദൈവം തെരഞ്ഞെടുക്കാൻ പോകുക. ദൈവമക്കളെ, നിങ്ങളെ കുടുംബത്തിനകത്തുനിന്നും ഒരു പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ട്. കുടിയനാ. ഈ ബ്രദറിന്റെ വീട്ടിൽ പോയപ്പോ എഴിക്കാൻ വയ്യ, പാമ്പാറ്റി കിടക്കുക. ഞാൻ ചെന്ന സമയത്ത് ഈ വ്യക്തി പാമ്പാ, എഴിക്കാൻ വയ്യ. പറ്റുമോ? എന്നെ മനസ്സിലായോ? അന്ന് ഞാൻ വന്നോ? അന്ന് എന്ത് പറഞ്ഞു? നീ പള്ളിയിൽ വന്നാ മാറ്റിത്തരാന്നോ? ഞാനല്ല പറഞ്ഞത്, ദൈവമാ. ദൈവത്തെ അറിയുമെങ്കിൽ മാറ്റിത്തരും. ആഹാരം കഴിക്കൂല ദൈവമക്കളെ. എന്റെ സാക്ഷി 24 മണിക്കൂറും മദ്യത്തില. ആഹാരം എന്നൊരു സാധനം ഇല്ല. കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജിൽ കിടന്നവനാ. പിന്നെ മമലിൽ കിടന്ന് ഇവൻ നീര് പിടിച്ച് കിടന്നവനാ. ഇവന്റെ ശരീരം മൊത്തം നീരായിരുന്നു. ട്രിപ്പ് ഇട്ട് കൊടുത്തോടുന്നു. ഇവ ഇവിടെ വരുമെന്ന് ആർക്കെങ്കിലും വിചാരിച്ചോ? അമ്മ വിചാരിച്ചോ ഇവിടെ വരുമെന്ന്? വിചാരിച്ചോ? ആരും വിചാരിച്ചില്ല ഇവിടെ വരുമെന്ന്. ഇവന്റെ ശരീരത്തിൽ നീര് കയറിയിട്ടുണ്ട്. എല്ലാവരും പറയും ഇതോടെ തട്ടിപ്പോകുമെന്ന്. ട്രിപ്പ് കൊടുത്ത് ബോധമില്ലാതെ മെഡിക്കൽ കോളേജും പ്രൈവറ്റ് ആശുപത്രിയും മാറി കിടന്ന ഈ മകനോട് ദൈവാത്മ പറയുന്നു, ദൈവം അവനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഈ മകന്റെ അവസ്ഥ കണ്ട്
നാട്ടുകാർ പറഞ്ഞു യവ ഇതോടെ മരിക്കും. അമ്മ ഇരുന്ന് പറയുന്നു, നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ട് ഇപ്പം കുറെ പണം പോവും, ഇപ്പോൾ നിലവിളി ഉയരും. ഊരിട്ടമ്പലം ദേശത്തൊരു നിലവിളി ഉയരുമെന്ന് പലരും പറഞ്ഞു. ആ നിലവിളി ഊരിട്ടമ്പല ദേശം മാറിപ്പോകുന്ന കരം അടിച്ച് ഊരിട്ടമ്പല ദേശത്തു നിന്നും യവന്റെ ഭവനത്തിൽ നിന്നും ഒരു നിലവിളി മാറിപ്പോകുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തിനകത്തു നിന്നും ഒരു നിലവിളി മാറിപ്പോകുന്നുണ്ട്. നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു യവന്റെ കട്ടമടം മടങ്ങിന്ന് പറഞ്ഞോ? എല്ലാരും പറഞ്ഞോ? 1.25 വർഷം ഭാര്യ കളഞ്ഞിട്ട് പോയി, നഷ്ടപ്പെട്ടവന. കുടുംബം, മക്കള് വരെ വേണ്ടാതെ തട്ടിക്കളിച്ചൊരു ബോളാണ്, സ്വന്തം മക്കള് വരെ. പക്ഷെ ദൈവം ഈ മകനെ ഇന്ന് കണ്ടിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ആർക്കും വേണ്ടാതെ ദേശത്തിന് മേൽ മാറ്റി നിർത്തിയപ്പോ ഒരു ദാവീദിനെ പോലെ യവനെ വേണ്ട. യവ കുഴപ്പക്കാരനാ. കുടുംബത്തിൽ സമാധാനമില്ല, ആർക്കും വേണ്ട. ഇവനെ തല്ലി കൊന്ന് പെട്ടിയിൽ ഒതുക്കുവാൻ ശത്രു നോക്കിയപ്പോ ദൈവം പറഞ്ഞു യവനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. നിന്നെ ദൈവം തെരഞ്ഞെടുക്കുന്നുണ്ട്. നിന്നെ ഒന്ന് അഭിഷേകം ചെയ്യുവാൻ, നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ. എടാ, നീ മദ്യപിച്ചും നശിച്ചു പോയവനാ. നിന്റെ ഇപ്പോഴത്തെ 2ാം ജന്മം ദൈവത്തിനുള്ളതാ. നീ യേശുവിന് വേണ്ടിയുള്ളതാണ്. നീ ദൈവത്തിന് വേണ്ടി ഉള്ളവനാണ്. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ദൈവം നിന്നെ പാപത്തിൽ നിന്നും, ഈ മദ്യത്തിൽ നിന്നും, പാപത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. യെസ്, സംഭവിക്കട്ടെ. യവന്റെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. ശരീരം വിട്ടുകൊടുത്തോ യേശുവിന്റെ നാമത്തിൽ. യവന്റെ മേൽ, ഈ സഹോദരന്റെ മേൽ ഒരു ദൈവ പദ്ധതി ഇറങ്ങട്ടെ. ചില ശാപങ്ങൾ പൊട്ടട്ടെ, ചില പാപങ്ങൾ അഴിയട്ടെ. സംഭവിക്കട്ടെ. ശരീരം ഫ്രീ ആവട്ടെ. സംഭവിക്കട്ടെ. അവന്റെ മേൽ ചില ബന്ധനങ്ങള് ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ചില ശാപങ്ങൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തില്. ചില പാപങ്ങൾ അഴിയട്ടെ. ഓ, നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു തൈലം ഇറങ്ങിയ ഇവനെ പുതിയ വ്യക്തിയായി ഒരു അഭിഷേകം വന്ന് വിടുക, ആത്മാവെന്ന് വിടുക. രക്തം കൊണ്ട് മുദ്രയിടുക. പാപത്തിൽ പോകാതെ, ശാപത്തിൽ പോകാതെ ശുദ്ധീകരിക്കുന്നതിനായ സ്തോത്രം. എന്റെ കൈകാലുകൾക്ക്, ശരീരങ്ങൾക്ക് ഒരു വിടുതൽ സംഭവിക്കുന്നവണ്ണം, ഒരു ദാവീദിനെ പോലെ നൃത്തം ചെയ്ത് ആരാധിക്കുന്നവണ്ണം ഒരു ദൈവവൃത്തി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ അഭിഷേകം ചലിച്ചുകൊണ്ടിരിക്കണം. ഈ അഭിഷേകം ഇന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ദാവീദിന്റെ അഭിഷേകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയണ്ടേ? ഏതളവിലാണെന്നും ഒരുവന്റെ മേൽ അഭിഷേകം വന്നാൽ അത് ഏതളവിലാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണണം. അഭിഷേകം ഉള്ളവനെ ദൈവം ഏത് നിലവാരത്തിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണണം. വരും ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ ഇന്ന് വന്ന മുഖാന്തരം, ദൈവത്തെ ആരാധിച്ച മുഖാന്തരം, ദൈവത്തെ വിളിച്ച മുഖാന്തരം, ഓ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ തലമുറമേൽ വന്ന് വീഴുന്നുണ്ട്. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഭിഷേകം ചെയ്യാൻ ഭയങ്കര തടസ്സമായിരുന്നു. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു പന്തി ഇരിക്കൂല. ഒരുപാട് വയർത്തു. ഒരു അഭിഷേകത്തിന് മുമ്പേ ഒരുപാട് വയർപ്പിനകത്ത് ഒലിക്കേണ്ടി വന്നു. ഒരുവൻ അഭിഷേകം ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടത സഹിക്കേണ്ടി വരും. പ്രവാചകൻ സഹിക്കേണ്ടി വരും. ആമേ, കുടുംബത്തിൽ സഹിക്കേണ്ടി വരും. ചിലത് ആമേ നിന്റെ സഹോദരങ്ങളുടെ നടുവില് ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഈ വചനം അനേക കുടുംബങ്ങൾക്ക് ആശ്വാസമായി തരുവാൻ ഈ ചാനലിലൂടെയും യൂട്യൂബിലൂടെയും മീഡിയയിലൊക്കെ സകലവരും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുവാൻ
കഷ്ടത്തിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണത്തക്ക വണ്ണം ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം. സകലവരെയും ഈ വചനം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.